ഇപ്പം നമ്മുടെ ഈ കേരളത്തിൽ ഏറ്റവും സജീവമായിട്ട് നിൽക്കുന്ന ഒരു വാർത്തയാണ് തുഷാർ ഗാന്ധി. തുഷാർ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഈ മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ. അദ്ദേഹം ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കേരളത്തിലുണ്ട്. ചില പൊതു പരിപാടികളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തലസ്ഥാനത്തോ മറ്റോ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഗാന്ധിജിയുടെ പ്രതിമയൊക്കെ അനാച്ഛാദനം ചെയ്യുന്നു. അപ്പൊ ഗാന്ധിജിയുടെ ചില ഭാഗമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൊമോഷന് വേണ്ടി നിൽക്കുന്ന ചില സംഘടനകളുടെയൊക്കെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത്. അപ്പൊ അദ്ദേഹം ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം വലിയൊരു വിവാദ നായകനായിട്ട് ഈ തുഷാർ ഗാന്ധി എന്ന് പറയുന്ന ആള് നമ്മളീ പറയുമ്പോ പലവട്ടം ഉം ചെറുതായിട്ടൊക്കെ കേട്ടിട്ടുള്ള ഈ ഉം ഈ ഗാന്ധിജിക്ക് മക്കളൊന്നുമില്ലേ, ഗാന്ധിജിക്ക് മകനില്ലേ, മകളില്ലേ, അല്ലെങ്കിൽ കൊച്ചുമകനില്ലേ എന്നൊക്കെ നമ്മൾ പലവട്ടം ചോദ്യങ്ങൾ വരുന്നതാണ്. ചോദ്യങ്ങൾ വരുന്നതിന്റെ കാരണം രാഷ്ട്രീയ ചർച്ച വരുമ്പോഴേ ചോദ്യങ്ങൾ വരുന്നത്. കാരണം ഈ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി, റോബർട്ട് വധേര ഗാന്ധി ഇവരൊക്കെ ഗാന്ധിജിയുടെ പേര് ഉപയോഗിക്കാൻ അർഹരല്ല എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ച വരുമ്പോഴായിരുന്നു ഈ പോലെ ഗാന്ധിജിയുടെ വീട്ടിൽ നിന്ന് ആരും ഇല്ലേ, അദ്ദേഹത്തിന് അവർ പരാതി പറയുന്നില്ലേ, അല്ലെങ്കിൽ അത്തരത്തിൽ അവർ ഈ പേര് ഉപയോഗിക്കുന്നില്ല എന്നൊക്കെയുള്ള ചർച്ച. ഏതായാലും ഇപ്പം ഈ ഗാന്ധി ഇവിടെ വന്നിട്ടുണ്ട്. ഇദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറയുമ്പോൾ, അദ്ദേഹത്തെ കൊണ്ട് പറയിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ ആർ എസ് എസ് ആർ എസ് എസ് എന്ന് പറയുന്ന ഇന്ന് ലോകത്തും രാജ്യത്തും ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ അല്ലെങ്കിൽ സാമൂഹിക സംഘടന, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു സംഘടന. അതിന് രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല, എത്ര മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് ഈ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന. ഇതിന്റെ കീഴിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ആർ എസ് എസിന്റെ ഭാഗമായിട്ടുള്ള സംഘടനകളുണ്ട്. അതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ആർ എസ് എസ് ആണ് ഇന്ന് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത്, ആർ എസ് എസ് ആണ് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ആർ എസ് എസ് ആണ് ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതി, അല്ലെങ്കിൽ പല 10-20 സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ അവരാണ്, അല്ലെങ്കിൽ ഗവർണർമാർ അവരാണ്. ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ പോകും. അപ്പൊ ഇതിനെ ഏറ്റവും കൂടുതൽ ഈ ഫാസിസ്റ്റ് സംഘടനയെന്ന് തുഷാർ ഗാന്ധി പറയുന്ന ഈ ഫാസിസ്റ്റ് സംഘടനയെ ഇന്ത്യയിൽ ഉടനീളം നിൽക്കുന്ന ആൾക്കാർ തിരിച്ചറിയാതെ അല്ലെങ്കിൽ അധികാരത്തിൽ കൊണ്ടുവരികയും ആ ഫാസിസ്റ്റ് സംഘടന തുടർച്ചയായിട്ട് ഇങ്ങനെ അധികാരത്തിൽ പോകുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ഫാസിസ്റ്റ് സംഘടനയെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നതും ഈ ഫാസിസ്റ്റ് സംഘടനയ്ക്ക് ഇതുവരെ വ്യക്തമായ ജനപ്രതിനിധികൾ ആവാത്തതുമായ ഒരു സ്ഥലമാണല്ലോ കേരളം. ഇപ്പൊ കേരളത്തിൽ അടുത്ത സമയങ്ങളിൽ ഈ ഫാസിസ്റ്റ് സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ബി ജെ പി, ആ ബി ജെ പിയുടെ ഒരു വലിയ വളർച്ചയുണ്ട്. ആ ബി ജെ പിയുടെ ഒരു വലിയ വളർച്ച ഇന്ത്യയിൽ ഉടനീളം നടന്ന സമയത്ത് ആ വളർച്ചയിൽ ഒഴുകിപ്പോകുന്ന കോൺഗ്രസും അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളും, അതിനകത്ത് പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കന്മാരായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ആ ഒഴുക്കിനകത്തു നിന്ന് പിടിച്ചു കയറുന്നതിനും അല്ലെങ്കിൽ രക്ഷപ്പെടുന്നതിനും മാർഗം കണ്ടെത്തിയ ഒരു സംസ്ഥാനമാണ് ഈ പറയുന്ന സംസ്ഥാനമായിട്ടുള്ള കേരളം. അപ്പം ആ മാർഗം കണ്ടെത്തിയപ്പോൾ ആ മാർഗം അവർക്ക് ഏറ്റവും സുരക്ഷിതമായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വയനാട് പോലെയുള്ള ലോകസഭാ മണ്ഡലമാണ്. അപ്പൊ വയനാട് പോലെയുള്ള ലോകസഭാ മണ്ഡലത്തിന്റെ പ്രത്യേകത എന്താണ്? വയനാട് പോലെയുള്ള ലോകസഭാ മണ്ഡലത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ആ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇന്ന് മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളൊന്നും അല്ല. മുസ്ലിങ്ങൾ ഈ പറയുന്ന വളരെ കൂടുതലായിട്ടും അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരും ഈ പറയുന്ന ഇന്ത്യയുടെ ഈ ഭാഗമായിട്ട് നിൽക്കുന്നവരും ഈ രാജ്യസ്നേഹികളുമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഈ പറയുന്ന പൊങ്കാല നടന്നപ്പോൾ പള്ളി തുറന്നിട്ട് കൊടുത്തത്. പൊങ്കാല ഇടുന്നതിന് വേണ്ടി ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് പള്ളി തുറന്നിട്ട് കൊടുക്കുന്ന സംവിധാനം, അല്ലെങ്കിൽ ആ രീതിയിൽ ഹിന്ദുക്കളുടെ ആചാരം ഉയർത്തിപ്പിടിക്കുന്ന സംസ്കാരം. അപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു മുസ്ലിം പള്ളിയിൽ പോയി അവിടുത്തെ നോയമ്പ് കഞ്ഞി കുടിക്കാൻ വേണ്ടി എന്റെ ഒരു മുസ്ലിം സഹോദരൻ വിളിച്ചോണ്ട്, മിക്കവാറും ഉള്ള ദിവസങ്ങളിൽ മുസ്ലിങ്ങൾ വിളിച്ചോണ്ട് പോകും. അവർക്ക് നിർബന്ധമായിട്ട് നമ്മൾ കൂടെ ചെന്നിരിക്കണം, അല്ലെങ്കിൽ അവരുടെ ആൾക്കാർ പങ്കെടുക്കണം. നമുക്കതൊരു വിഷമമല്ല, വലിയൊരു സന്തോഷം. അവിടെ ചെന്നപ്പോൾ നമ്മുടെ പ്രദേശത്തിനപ്പുറം ഒരു പ്രദേശം നമ്മളെ അതിശയിപ്പിച്ചു കഴിഞ്ഞു. അവിടെ നോയമ്പ് തുറക്കുന്ന സമയത്ത് ആ മുസ്ലിം പള്ളികളിൽ ബാക്കി ഇതര മതസ്ഥർ വന്നിട്ട് നോയമ്പ് കഞ്ഞി മേടിക്കുന്നു, അതിന്റെ പങ്കാളിയാവുന്നു. ഈ പള്ളിക്കകത്ത് മുസ്ലിങ്ങളെക്കാട്ടി കൂടുതൽ അധികാരത്തിൽ ആ പള്ളിയിൽ ഇരിക്കുന്നത് അവരാ, അല്ലെങ്കിൽ അവർ വന്നിരിക്കുന്നു, അവർ ഇതിനകത്തെല്ലാം ചെയ്യുന്നു, വളരെ കൂട്ടായ്മ സൗഹൃദത്തോടു കൂടി പോകുന്നു. അപ്പൊ ഈ രീതിയിലേക്കുള്ള കൂട്ടായ്മകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു 5% ആൾക്കാരുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ തുറന്നു കാട്ടുമ്പോൾ, ആ തുറന്നു കാട്ടുന്നതിനെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടി ആർ എസ് എസും അതിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് ആർ എസ് എസിന്റെ ഭാഗമാണോ എന്ന് പരിശോധിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലൊക്കെയുള്ള ജനങ്ങളും അത്തരത്തിൽ ബോധമുള്ള ജനങ്ങളും ഒക്കെയാണ് ഇന്ത്യയിലുള്ളത്. 100 കൊല്ലം കൊണ്ട് ഈ ഫാസിസ്റ്റ് സംഘടന ഓരോ ദിവസം കഴിയുമ്പോഴും വളർന്നു വരുന്നതെങ്കിൽ ഇവിടുത്തെ ബാക്കിയുള്ളവരെല്ലാം ഫാസിസ്റ്റ് ആവണമല്ലോ. മതേതര ജനാധിപത്യ സംവിധാനത്തിൽ ജീവിക്കുന്ന ആൾക്കാർ ആവരുതല്ലോ.
അപ്പം ഇതൊക്കെ ഈ പറയുന്നത് പോലെ ഒരു ഇതാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് പറഞ്ഞാൽ കേരളത്തിനകത്തുള്ള ഒരു പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ കേരളത്തിനകത്ത് ഈ പറയുന്ന പോലെ വർഗീയ ധ്രുവീകരണം ഏറ്റവും കൂടുതൽ വരുന്നു. ആ വർഗീയ ധ്രുവീകരണത്തിന് കൂട്ടുപിടിക്കുന്ന UDF ഉണ്ടാകും, ആ വർഗീയ ധ്രുവീകരണത്തിന് കൂട്ടുപിടിക്കുന്ന LDF ഉണ്ടാകും, ആ വർഗീയ ധ്രുവീകരണത്തിന് കൂട്ടുപിടിക്കുന്ന മുസ്ലിം ലീഗ് ഉണ്ടാകും. അത് തുറന്നു കാട്ടാൻ ഇവിടുത്തെ ഒരു PC ജോർജ് ശ്രമിച്ചപ്പോൾ അത് തുറന്നു കാട്ടുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ മതമൗലികവാദികളുടെ ചില മുദ്രാവാക്യങ്ങൾ അതിന് അല്ലെങ്കിൽ അവർ നടത്തിക്കൊണ്ടിരുന്ന ലവ് ജിഹാദ് എന്ന് പറയുന്ന വിഷയം, അവർ നടത്തിക്കൊണ്ടിരുന്ന ഈ പറയുന്ന ആക്രമണങ്ങൾ, അവർ ഈ പറയുന്നത് പോലെ ഒരു വഖഫിന് വേണ്ടി വാദിച്ച വിഷയങ്ങൾ ഇതെല്ലാം ഉയർത്തി കാണിച്ചപ്പോൾ അതിന്റെ ഭാഗമായിട്ട് മുസ്ലിങ്ങളുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിന്ന് വോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിന്റെ വോട്ട് മുസ്ലിമിന്റെയും ക്രിസ്ത്യാനികളുടെയും ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിനകത്ത് ആ പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് കോൺഗ്രസിന് മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗിന്റെയോ അല്ലെങ്കിൽ SDPക്കാരന്റെ PFIക്കാരന്റെ ഈ വാദത്തെ മറിച്ച് പറയാനും പറ്റുന്നില്ല. അപ്പം ആ രീതിയിൽ മറിച്ച് പറയാൻ പറ്റാത്തപ്പോൾ, മറിച്ച് പറഞ്ഞാൽ അവർ ഇവരുടെ ഭാഗമല്ലാതെ പോകുമോ എന്നുള്ള ആശങ്ക. അപ്പോൾ അത് മറിച്ച് പറയാൻ പറ്റാതെ പോകുമ്പോൾ അവർ പറയുന്ന രാഷ്ട്രീയം, അവരിപ്പം ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ശരിയാണെന്ന് വരുത്തുന്നതിന് ഒരു വ്യാജ ഗാന്ധി അല്ലെങ്കിൽ ഗാന്ധിജിയുടെ പേരുപയോഗിച്ച് അദ്ദേഹം നടത്തിയിരുന്ന കാര്യങ്ങൾക്കൊന്നും യാതൊരു പരിഗണനയും കൊടുക്കാതെ ഏറ്റവും ആവാസനായിട്ട് ഇവിടുത്തെ സ്ത്രീകളെ ആക്ഷേപിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ ഈ പറയുന്ന അർബൻ സ്ലേറ്റുകളുടെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് ഗാന്ധിജി പറയുന്നു അല്ലെങ്കിൽ ഗാന്ധിജിയുടെ കൊച്ചുമോൻ പറയുന്നു ആ രാഷ്ട്രീയമാണ് ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് ഇവിടുത്തെ UDF 2026 അവരുടെ ഭാഗമായിട്ടിരിക്കുന്ന ക്രിസ്ത്യാനികളെ ഒരു ഗാന്ധിജിയുടെ കൊച്ചുമകനെ കൊണ്ടുവന്ന് വീണ്ടും പറ്റിച്ച് അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമായിട്ടാണ് ഇതിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതായത് അടുത്ത ദിവസങ്ങൾ PFIയുടെ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ PFIയുടെ വർക്ക് അതേ രീതിയിൽ രാജ്യവിരുദ്ധത നടത്തുന്നതിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ട് മുഹമ്മദ് ഫൈസിയുടെ രാഷ്ട്രീയം ആണ് കേരളത്തിൽ ഉള്ളതെന്ന് PC ജോർജ് ഉറക്കെ പറയുന്നത് മറച്ചു പിടിക്കുന്നതിന് വേണ്ടി, അതായത് മുഹമ്മദ് ഫൈസിയുടെ രാഷ്ട്രീയമുള്ള വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന സ്ത്രീവിരുദ്ധനായിട്ടുള്ള ഒരു കൃത്യം ആളായിട്ടാണ് നമുക്ക് ഈ തുഷാർ ഗാന്ധിയെ കാണുവാൻ സാധിക്കുന്നത്. അതായത് തുഷാർ ഗാന്ധി ഇവിടെ വന്നത് ഈ ഫൈസിക്ക് വേണ്ടിയും SDPIക്ക് വേണ്ടിയും വക്കാലത്ത് പിടിക്കുന്നതിന് വേണ്ടിയാണ്. ആ വക്കാലത്ത് ഏറ്റെടുത്ത് ആൾക്കാരുടെ ഇടയിൽ പ്രചരിപ്പിച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് വീണ്ടും ഒരു അധികാരത്തിൽ വരാൻ സാധ്യതയില്ലാത്ത കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ഉള്ള ഒരു കുറുക്കു വഴിയായിട്ടാണ് തുഷാർ ഗാന്ധിയെ ഇപ്പൊ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. തുഷാർ ഗാന്ധി പറയുന്നത് ഏറ്റുപറയാൻ മാധ്യമങ്ങളുണ്ടാകും, കാരണം അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനാണ്. തുഷാർ ഗാന്ധി പറയുന്നത് ദേശീയ ലെവൽ ഏറ്റെടുക്കാൻ മാധ്യമങ്ങളുണ്ടാകും, കാരണം അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനാണ്. അതുപോലെ തന്നെ തുഷാർ ഗാന്ധി എന്താണെന്ന് അദ്ദേഹം ഇവിടെ RSSനെതിരെ പറഞ്ഞപ്പോൾ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞപ്പോൾ, SDPക്കാരന് അനുകൂലമായിട്ട് പറഞ്ഞപ്പോൾ തുഷാർ ഗാന്ധി ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതും അദ്ദേഹം എന്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹത്തിന്റെ സ്ത്രീകളുടെ നിലപാട് എന്താണെന്നും ഒക്കെ എടുത്തു കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പൊളിറ്റിക്സും അല്ലെങ്കിൽ അത്തരത്തിൽ എടുത്തു കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമൂഹവും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതും ഇന്നീ പറയുന്നത് കേരളത്തിലും ദേശീയ തലത്തിലും ചർച്ചയാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതായത് തുഷാർ ഗാന്ധിയെ എന്തിനിവിടെ കൊണ്ടുവന്നു, അത് വിപരീത അനുഭവം ഉണ്ടാക്കി കൊടുക്കും. ആര് കൊണ്ടുവന്നോ അവർക്ക് വിപരീത അനുഭവം ഉണ്ടാക്കി കൊടുക്കും. തുഷാർ ഗാന്ധി പറഞ്ഞാലൊന്നും RSS ഫാസിസ്റ്റ് ആവത്തില്ല. RSS ഫാസിസ്റ്റ് ആവണമെങ്കിൽ അവരുടെ പ്രവൃത്തി കൊണ്ടാവണം. അവരുടെ പ്രവൃത്തി ഫാസിസ്റ്റ് പ്രവൃത്തിയാണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് അവരെ തിരസ്കരിക്കണം. ഈ 100 കൊല്ലം കൊണ്ട് അതിന് സാധ്യമല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഗാന്ധിജിയെ കൊന്നത് ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ഏറ്റുപറയുമ്പോഴും അതൊന്നും അല്ല RSS എന്ന് തീരുമാനിക്കുന്ന ഒരു ജനത ഭൂരിപക്ഷമുള്ള ഇന്ത്യ മഹാരാജ്യത്തും അല്ലെങ്കിൽ RSSനെ അനുകൂലിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരുള്ള ലോകത്തെ 1064 രാജ്യങ്ങളുള്ളപ്പോഴും എത്ര ഗാന്ധിമാർ ഇതുപോലെ ഗാന്ധിജിയുടെ ഭാഗമാണെന്ന് പറഞ്ഞ് വ്യാജ പേരുമായി അല്ലെങ്കിൽ ആ പേരുപയോഗിച്ച് വേറെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവർ വന്നെന്ന് പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞത് കൊണ്ടോ അവർ ഉറക്കെ പറഞ്ഞത് കൊണ്ടോ അത് മാധ്യമങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടോ ആ പറയുന്നത് വിശ്വസിച്ച് നാളെ കാലത്ത് അത് ആ രാഷ്ട്രീയത്തിൽ അതങ്ങ് ഓട്ടാക്കാമെന്ന് വിചാരിക്കുന്നത് മഹാവിഡ്ഢികളായിരിക്കും. തുഷാർ ഗാന്ധി ഏറ്റവും പെട്ടെന്ന് കേരളത്തിൽ നിന്ന് കയറിപ്പോകുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ കേരളത്തിനും ഇവിടുത്തെ സ്ത്രീകൾക്കും ഇവിടുത്തെ അന്തരീക്ഷത്തിനും പറ്റിയത് എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്.